ഇതൊക്കെ സ്വന്തമായിട്ട് എടുത്ത് വയ്ക്കട്ടോ, നമുക്ക് ചേച്ചി ഹെൽപ്പ് ചെയ്തെന്നുള്ളൂ അല്ലേ ചേച്ചി? അവനവൻ സ്വന്തമായിട്ട് എടുത്ത് വയ്ക്കണം. പുലർച്ചെ 4:15 തുറക്കുന്ന 70 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു കുഞ്ഞു കട തേടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടൊന്ന്. നേരെ പോയ തോട്ടുപാലം കഴിഞ്ഞാൽ പാളയം, പാർവതി കല്യാണ മണ്ഡപം കഴിഞ്ഞാൽ പാളയം. നിങ്ങൾ അവിടെ കഴിച്ചിട്ടുണ്ടോ? ഓ കഴിച്ചിട്ടുണ്ട്, നമ്മള് കുട്ടിക്കാലം തൊട്ട് കഴിക്കണത്. ഇല്ലേ പോയിട്ട് വരും. അങ്ങനെ നമ്മള് വഴി ചോദിച്ച് ഇവിടെ എത്തിയപ്പോഴേ ഇവിടെ കണ്ട കാഴ്ച ഇതാണ്. ഓണർ വെങ്കടേശ്വരനെ ആദ്യം ഫുഡ് കഴിക്കണത് അല്ലേ, എന്നിട്ട് ബാക്കിയുള്ളവർ കൊടുക്കാം അല്ലേ? ആ ഓക്കെ. 70 കൊല്ലായി മുത്തിയുള്ള കാലം തൊട്ട് മുട്ടയാപ്പം, ആപ്പം, സേവ, ഇഡ്ഡലി, നൂലുപുട്ട്, പൂരി. എത്ര മണിക്ക് തുറക്കും? എത്ര മണി വരെ ഉണ്ടാവും? കാലത്ത് 4:15 തുറക്കും, 11:30 വരെ. ടിഫൻ ആവുമ്പോൾ 6:45. പരിപാടി കഴിഞ്ഞു. രണ്ടാൾ തന്നെ. മുട്ടയപ്പം വേറെ അവിടെ കഴിച്ചാലും വന്നിട്ട് അതിൻ്റെ ഇവിടുത്തെ ഒരു സ്വാദ് വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്നുണ്ട്, എന്നാലും വന്നിട്ട് ഞാൻ ഡ്രൈവറാണ്, എല്ലാവിടെയും പോയി കഴിക്കണതാണ്. എന്നാലും വന്നിട്ട് നമുക്കത് വേറെ എവിടെയും കിട്ടില്ല. ഇവിടെ തന്നെ വന്ന് കഴിക്കുക പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം வேறைയാണ്. வெங்கடேஷா பாளையம் ஜங்ஷனில் அவர்தான் கெட்டு, அவர் இல்லாமல் இந்த காரியம் நடக்காது. நல்ல ஒரு மனுஷன். சாப்பாடா முட்டையாப்பம் பெஸ்ட்டு, ഇഡ്ഡലി ഭവാനി ഇഡ്ഡലി. അപ്പം നമ്മളെ വെങ്കടേശ്വരൻ്റെ കടയിലെ ഇഡ്ഡലിയും സേവയും നല്ല ചൂടാപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഫാൻസ് കൂടുതൽ ഈ മുട്ടയപ്പത്തിനാണ് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ കൂടെയുള്ള സൈഡ് എന്തൊക്കെയാണെന്ന് പറയുക, ചട്നി ഉണ്ട്. അതായത് ലൂസുള്ള ചട്നി ഉണ്ട്, കട്ടി ചട്നി ഉണ്ട്, നമ്മളെ കാന്തി എന്ന് പറയും നമ്മുടെ പാലക്കാട് സൈഡ്, ഉണക്കമുളകും ചുട്ടമുളക് അരച്ചത് തക്കാളിയെ കൂട്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ മസാലക്കറി, സാമ്പാറില്ല അതിന് പകരമാണത്. പിന്നെ പൊടി, ഇത്രയും ഐറ്റമാണ് കേട്ടോ. 70 വർഷമല്ലേ എത്ര വെങ്കടേശ്വരന? 70 വർഷമായിട്ടുള്ള കട കേട്ടോ. വെങ്കടേശ്വരൻ്റെ മുത്തശ്ശി തുടങ്ങിയതാണ്. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന പേരക്കുട്ടിയാണ്. ഇല്ലേ നിങ്ങളുടെ പേര്? പതുക്കെ പറയുന്നു. ഓക്കെ. ഇത് കുറച്ച് റൂറൽ ഏരിയ ആണ് കേട്ടോ. പാലക്കാട് പുത്തൂര് നെടുവങ്കാട്ട് പാളയത്താണ് ഈ വെങ്കടേശ്വരൻ്റെ കട. ആര് ചോദിച്ചാലും പറഞ്ഞുതരും. ഞാൻ ചോദിച്ചിട്ടാണ് വന്നത്. നിങ്ങൾക്ക് വന്നാൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഡ്ഡലിയേക്കാളും സോഫ്റ്റ് ഇഡ്ഡലിയാണ്. സേവ, പാലക്കാടിൻ്റെ സ്പെഷ്യൽ സേവ ഉണ്ട്, നല്ല ചൂടാപ്പൊക്കെ ഉണ്ട്. അതുപോലെ പൊടി, ഈ പൊടിയൊക്കെ ഇഡ്ഡലിൻ്റെ കൂടെ കേട്ടോ കുറച്ചും കൂടി കോംബോ അടിപൊളിയാവുക. അവസാനം നമ്മുടെ വെങ്കടേശ്വരൻ്റെ ഒരു അടിപൊളി ചായം കൂടി ആകുമ്പോൾ എല്ലാം പൂർണ്ണമാവും. അപ്പോൾ വെങ്കടേശ്വരനും വൈഫും കുട്ടികളൊക്കെ പാടെ ചേർന്ന് നടന്ന ഒരു കുഞ്ഞു സംരംഭം, കുഞ്ഞു കട. ഈ കട കാണുമ്പോൾ തന്നെ അറിയാം ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ.